ബോറടിച്ചു തുടങ്ങിയ ഈ ഒരെണ്ണം കൂടെ ഉള്ളൂ. ഉണ്ണിമാഷനാണ്. എന്തുവിനറിയില്ലല്ലോ ഉണ്ണിമാഷനെ. കല്യാണത്തിനുണ്ടായിരുന്നു. ബ്രഹ്മയാരിയ. പക്ഷെ ഇത്രയും നല്ലൊരു രസികനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആശാൻ പറയുന്നത് ഞാനൊരു ഡയറി തയ്യാറാക്കണമെന്നാണ്. വിവാഹത്തിന്റെ അന്ന് മുതൽ 1 വർഷം വരേക്കുള്ളത്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് അവനെടുത്ത് വായിക്കുക. വിവാഹം കഴിച്ചത് ഒരു ആന മണ്ടത്തരമാണെന്ന് അപ്പ തോന്നുമത്രേ. പക്ഷെ എനിക്കങ്ങനെ തോന്നാൻ വഴിയില്ല കേട്ടോ. ലവ് മാരേജിനെ പറ്റിയുള്ള മൂപ്പരുടെ തിയറി അറിയൂ? ന്യൂട്ടൺസ് ലോ പോലെയാണ്. എത്ര വേഗത്തിൽ അടുത്തുവോ അതേ വേഗത്തിൽ അകലുമെന്ന്. എല്ലാവരും ഡിസിപ്ലിൻ ആയിട്ട്. കുട്ടികൾ ഇപ്പോഴാ വന്നത്. ഇത് ഉക്രു, എന്റെ ഇളയ സന്താന. അല്ലടാ മോനെ? ഹലോ. ഇത് കറിയാച്ചൻ, ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കുന്നത്. ഡോൺ ബോസ്കോ. ഇത് സോഫി. നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യും. TV ഓൺ ചെയ്താ വേണ്ട, നീ ഇപ്പൊ TV ഓൺ ചെയ്യണ്ടാ. ഇത് സീസർ, ക്രിസ്ത്യാനി പട്ടിയ. ഇത് ശ്രീരാമൻ ആൻഡ് ഇന്ദുലേഖ, ഹണിമൂൺ കപ്പിൾസ്. മതി 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 മതി. അന്നയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. വലിയ തറവാട്ടുകാരിയാ. കൊളുവൻ വീട്ടുപേരാ. വെറുങ്കുളുവനല്ല, വാപ്പാലശ്ശേരി കുളുവൻ. എന്റെ മൂത്ത ആങ്ങളെ അങ്ങ് അമേരിക്കയില്. അവരെ നമുക്ക് അമേരിക്കയിൽ തന്നെ കൂച്ചിടാം. ഇങ്ങനെ കിട്ടിയിരിക്കണ്ട. നിങ്ങൾക്ക് അവനെ കൊണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ. ശ്രീരാമൻ എന്ത് ജോലി? അധ്യാപകന് കോളേജില്. വാദ്യാരാ. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചെന്ന് ചോദിക്കാം. സീതയ്ക്കോ? സീതയല്ല, ഇന്ദു. ജോലിയൊന്നും ആയിട്ടില്ല. വേണ്ട, എന്തിനാ വെറുതെ ജോലി ചെയ്യണേ? ഒരാൾക്ക് പോരെ ജോലി. ഇനി എനിക്കിപ്പോ എന്താ ജോലി എന്നായിരിക്കും. അന്ന മേച്ചോർസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അതെന്റെയാ. ആനമാർക്ക് തീപ്പെട്ടി. കുന്നംകുളത്തുനിന്ന് വടക്കാഞ്ചേരിക്ക് പോകുമ്പോ റോഡിന്റെ വലതുവശത്ത് കാണാം അന്ന മാച്ച് വർക്ക്സ്. എപ്പോഴെങ്കിലും ആ വഴിക്ക് വരുമ്പോ അവിടെ ഒന്ന് കേറുക. വിരുന്നുകാരെന്ന് പറഞ്ഞാ എന്റെ കുട്ടികൾക്ക് ജീവനാ. വേറൊന്നുകൊണ്ടല്ല, വിരുന്നുകാർ വരുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചു വിളമ്പി കൊടുക്കൂലോ. അപ്പൊ ഇവർക്കും ഞഞ്ഞിട്ട് പൂശാം. അതന്നെ. എന്റെ കുഞ്ഞുങ്ങളായോണ്ട് ഞാൻ പറയല്ല, ഇത്രയും അനുസരണയും ഭക്തിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ കർത്താവേ. എന്റെ സകല മൂടും പോയി. ശ്രീരാമ, നിങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് പോ. ഞാൻ പിന്നെ വരാം. ഇവരോട് 4 വർത്താനം പറയാം. നമ്മൾ അവരുടെ വീട്ടിലല്ലേ വന്നിരിക്കുന്നേ. അയ്യോ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ ഈ ബംഗ്ലാവിനെ ഈ പിശാചുകൾ തീ വെക്കും. മറ്റേ കാര്യം പറഞ്ഞില്ല. നിനക്ക് വിശക്കുണ്ടോ? അതല്ല, അവര് ആഹാരത്തിന് വിളിക്കുന്ന. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ 2 പേരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇന്ന് ഉച്ചക്കല്ല, എന്നും. എന്നും? ഇന്ന് ഉച്ചയ്ക്കല്ല, എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ചെല്ലു കള്ളന്മാരൊക്കെ പോട്ടെ. ചെല്ലു. എന്തുണ്ട് നിന്റെ വല്ലതും പോയിട്ടുണ്ട്? ഞാൻ ഒറ്റ ചവിട്ട്. സോറി ഇട്ടാ. പണ്ട് പഠിക്കുന്ന കാലത്തും പിന്നെ കുട്ടികളുമായി ടൂറിന് വരുമ്പോഴും ഈ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. സുന്ദരിയായ ഭാര്യയുമൊത്ത് ഇവിടെ ഇങ്ങനെ നടക്കുക. ലേശം പൈങ്കിളിയാണെങ്കിലും സംഭവം രസകരമല്ലേ? ഇന്ദുവിനറിയൂ, പെണ്ണ് കാണാൻ ഞാൻ വന്ന ദിവസം സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അമ്മയെ തൃപ്തിപ്പെടുത്താൻ ഒരു ചടങ്ങ് കൂടി, അത്രേ വിചാരിച്ചുള്ളൂ. കല്യാണത്തിന് സമ്മതിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അമ്മയായിരുന്നു. എന്റെ മനസ്സ് അമ്മയാണ് മാറ്റിയെടുത്തതെന്നാണ് ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ക്രെഡിറ്റ് അമ്മ എടുത്തോട്ടെ. മാത്രമല്ല, പെണ്ണിനെ കണ്ട് ഞാനങ്ങ് വീണു എന്നാരും പറയരുതല്ലോ. നല്ല ആളാ. നിങ്ങളെയൊക്കെ അന്വേഷിച്ച് എവിടെയൊക്കെ തിരക്കിന്നറിയോ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നേ ഇവരൊക്കെ പിടിച്ച് നേരെ നിർത്തി. ശ്രീരാമനും സീതയും നടുക്ക് നിൽക്കട്ടെ. ഊട്ടി വന്നിട്ടൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഊട്ടിക്ക് വരുന്നേ? ശ്രീരാമൻ കൈ സീതയുടെ തോളത്തിട്ടോ? കുഴപ്പമില്ലെന്നേ. അന്നെ നിന്നിപ്പൊ കണ്ട സീതയുടെ അമ്മയാണെന്ന് തോന്നുന്നു. എന്തൊരു സാമ്യ. ഉക്രു, നിന്റെ നിക്കറും നേരെ ഇട്ടേ. ഒക്കെ പുറത്ത് കാണണ്ട. ഈ ചെക്ക എന്തൊക്കെ വട്ടപ്പാലം തിരിയണേ? നേരെ നിർത്ത്. അന്നെ ഒന്നുകൂടി ചേർന്ന് നിന്നേ. നിന്നെ ചേർത്ത് കൊള്ളുന്നില്ലടി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
അങ്കിളെ ക്യാപ്പ് എടുത്തില്ല. ഓ സോറി. അതല്ല, ക്യാമറയുടെ ക്യാപ്പ്. എന്തിനത്? പൊടി വിടുന്നു. കളിയാക്കണവരെ ദൈവം ശിക്ഷിക്കും. എന്റെ ഈശോയെ, പുതിയ ക്യാമറ ആയിരുന്നു. വന്നേ വന്നേ. കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും. അല്ല, അങ്കിള് നീന്താൻ അറിയോ? അത് ഞാൻ നീന്തലൊന്നും അറിയത്തില്ല. ആ, കൈ കാണുന്നുണ്ട്, കൈ കാണുന്നുണ്ട്. എന്റെ ക്യാമറ എന്തിയേ? ക്യാമറ നിന്റെ അപ്പൻ. ആരെങ്കിലും എന്റെ കൈ ഒന്ന് പിടിച്ചേ പ്ലീസ്. സ്നേഹിത, വലിച്ചോ. എന്റെ കർത്താവേ, എന്നെ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അല്ലാണ്ട് വീഴാൻ വഴിയില്ലല്ലോ. സാർ, എന്നാச்சு സാർ? ഇതേതാ ഈ ശവം? തണ്ണിൽ ഏതാവത് വിളുന്തരിച്ചാ സാർ? തന്നെ അടിച്ച് നിന്റെ അപ്പനുണ്ടാ? സാറേ, ഞാൻ മുങ്ങൽ വിദഗ്ധനാ. വെള്ളത്തിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുങ്ങി എടുത്തു തരും. ദൈവം കാണിച്ചെന്ന ആളടി. നീ മുങ്ങോ? മുങ്ങും. അതിനല്ലേ ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണേ. ഒരു ക്യാമറ വീണിട്ടുണ്ട്, മുങ്ങി എടുത്തു തരുമോ? പിന്നെ ക്യാമറ അല്ല, ശവത്തെ വേണമെങ്കിൽ ഞാൻ മുങ്ങി എടുത്തു തരും. ശവം വേണ്ട, ക്യാമറ മതി. അഡ്വാൻസ് വേണം. അഡ്വാൻസ് അവസാനം തന്നാ അഡ്വാൻസ് ഫസ്റ്റിൽ വേണം. കൊടുക്കുന്നേ. എത്രയാ? 100 രൂപ. 100 രൂപ? അത് വളരെ കൂടുതലാണോ. ഇതാ, ഇതിന് 50 രൂപയുണ്ട്. ബാക്കി ഞാൻ പൊങ്ങുമ്പോ തരാം. മുങ്ങിക്കോ. എന്തേ? ചെല്ലു. ഞാൻ പറഞ്ഞു ശരിയല്ലേ? തണുത്തിട്ട് നിക്കാൻ പറ്റില്ലെന്നേ. ഫുൾ എമൗണ്ട് കിട്ടാതെ ഒരു മനുഷ്യന് വേണ്ടിയിലേക്ക് ഇന്ന് വരെ മുങ്ങിയില്ല. ഇത് നാട്ടുകാരായി പോയില്ലേ, ഇത് ചെയ്യും. അന്നെ ഇയാളെന്താ ചാവാൻ പോവാണോ? ഞാൻ പിന്നാക്കം ചാടി, ഇയാള് മുന്നാക്കം ചാടിയല്ലേ? മിടുക്കനാ. ചത്തത്. ഈശോ, കാണുന്നില്ലല്ലോ. മുങ്ങിയോ? അതിപ്പോ നമ്മൾ കണ്ടതല്ലേ? അതല്ലെന്ന്, ക്യാമറയുമായി മുങ്ങിയോന്ന്. മുങ്ങൽ വിദഗ്ധനല്ലേ? ക്യാമറ പോയെങ്കിൽ പോട്ടെ, ജീവൻ പോയ കഥയുണ്ട്. കേട്ട ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് ഭയങ്കര. ഇച്ചായം കള്ളക്കഥ പറയാൻ തുടങ്ങുന്നു. പോടി അവിടുന്ന്. സാരമില്ല, അങ്കിള് പറഞ്ഞു ഒരു കഥ കേൾക്കാൻ പറ്റിയ മൂടാ. അങ്ങനെ പറ. പക്ഷെ ഇതൊരു കഥയല്ല, നടന്ന സംഭവ. അപ്പാപ്പൻ മരിച്ച വിവരം കുമളിയിലുള്ള വല്യപ്പനെ അറിയിക്കാൻ പോണം. അന്ന് ആരും അതിന് തയ്യാറല്ല. എന്റെ ചെറുപ്പത്തിന്റെ ഊക്കൊണ്ട് ഞാൻ എന്റെ ബുള്ളറ്റും എടുത്തു തിരിച്ചു. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടിക്കാനം മുതൽ കുമളി വരെ അന്ന് നല്ല കാടാ. നട്ടുച്ചയ്ക്ക് പോലും കൂരിരുട്ട്. ഏതാണ്ട് രാത്രി 11:45 ശ്മശാനത്തിനടുത്തെത്തി. തൊട്ടെതിരെയാണെങ്കിൽ അതിഭയങ്കരമായ ഒരു കൊക്ക. സായിപ്പ് കൊക്ക എന്നാണ് അതിന്റെ പേര്. പണ്ടെങ്ങാണ്ട് ഏതൊരു സായിപ്പ് ജീപ്പോട് കൂടി ആ കൊക്കയിലേക്ക് മറിഞ്ഞുത്രേ. ആ സായിപ്പും ജീപ്പും രാത്രി കാലങ്ങളിൽ അതിലേ പോകുന്നവരെ ശല്യം ചെയ്യാറുണ്ട്. പെട്ടെന്നാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. കുറുക്കന്റെ ഊരിയിടലും കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടും മരം കൂച്ചുന്ന തണുപ്പും മൂടൽ മഞ്ഞുകൂടി ആയപ്പോ പിന്നെ പറയുകയും വേണ്ട. തൊട്ടു മുമ്പിൽ എന്താണെന്ന് ഒരു പിടിയില്ല. ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ദൂരെ നിന്നൊരു വെളിച്ചം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് ബൈക്ക് നിന്നു. ആരോ പിടിച്ചു നിർത്തിയതുപോലെ. ഒരു നിമിഷം ഞാൻ ഗീവർഗീസ് പുണ്യാളിനെ മനസ്സിൽ ധ്യാനിച്ചു. കിക്കറിൽ ഒറ്റ ചവിട്ട്. ബൈക്ക് സ്റ്റാർട്ടായി. ഞാൻ വണ്ടി തിരിച്ചുവിട്ടു. തൊട്ടു പുറകെ സായിപ്പിന്റെ ജീപ്പും. ബൈക്ക് 80, 90, 100, 120. എനിക്ക് പുറകെ 2 അടി വ്യത്യാസത്തിൽ ആ കറുത്ത ജീപ്പും. ഞാൻ വളവ് തിരിഞ്ഞു. അതേ കറുത്ത ജീപ്പ് എന്റെ തൊട്ടു മുൻപിൽ എനിക്കെതിരെ. 2 തീക്കട്ട പോലെ ജീപ്പിന്റെ ഹെഡ്ലൈറ്റ്. എന്റെ കണ്ണ് ചിമ്മി. 1, 2,
3. ഈ ചെക്ക പിടിക്കുന്നത് വൺസ് ഒന്നേ നീ എന്തിനാ ഇപ്പൊ കൈ ഇങ്ങനെ പൊക്കിയേ? നീ അങ്ങനെ ചൊറിയാൻ വേണ്ടിട്ട് കൈ പൊക്കണ്ടാട്ടാ. ഔട്ടാ ഔട്ടാ എങ്ങനെയുണ്ട്? ഉഗ്രൻ. എന്നെ എൻകറേജ് ചെയ്യുമോളെ? തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ തീക്ക് ഔട്ടാ. ഓക്കെ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. അതൊക്കെ നിന്റെ അപ്പന്റെ സ്വഭാവല്ലേ? അതില്ലേ, അതാണ് റേസ് കോഴ്സ്. ഒരു കാലത്ത് ഞാനും ഭയങ്കര റേസ്മാൻ ആയിരുന്നു. ഇപ്പെല്ലാം പൊട്ടി പൊളിഞ്ഞ് താറുമാറായി പോയി. പക്ഷേ സീസണായില്ല. അതാ കുതിര 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 കുതിരയെ കണ്ടിട്ടില്ലേ? അയ്യോ, നമ്മളെ നാട്ടില് കുതിരയല്ല, പോളിക്കുതിര എന്ന് പറയും. വളരെ ഷോർട്ടായിരിക്കും. ഷോർട്ടല്ലേ? ആ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ലേക്ക്. നേപ്പാളിലെ സുന്ദരികളായ സ്ത്രീകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ചാന്ത്, കീന്ത്, കൺമഷി, കിൺമഷി, ഷാള്, കീള്, അത് ഇത് എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ ഇറങ്ങാം. വേണ്ട. പിന്നെ ഇറങ്ങല്ലേ? മാർക്കറ്റ് 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 കഴിഞ്ഞുപോയി. ചവിട്ട് സാറേ, നിർത്ത്. ഇതാണ് ഹണിമൂൺ ഫോറസ്റ്റ്. അത് നോർത്ത് ഫോറസ്റ്റ്, ഇത് സൗത്ത് ഫോറസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടാണെങ്കിൽ ഇറങ്ങണം, ഇങ്ങോട്ടാണെങ്കിൽ കയറണം. നമുക്ക് ഇറങ്ങണോ കയറണം? നമുക്ക് മുകളിലോട്ട്. ഇന്ന് ഇറങ്ങാം. മെല്ലെ 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 സൂക്ഷിച്ച്. ഞാൻ കൈ പിടിക്കാം. അത് വേണ്ടല്ലേ? കല്ല് കല്ല് കല്ല്. സാറ് അതിലിറങ്ങി സാറേ. വരി വരി മെല്ലെ. വീഴരുത്, സൂക്ഷിക്കണം. വീഴരുത് വീഴരുത്. അങ്ങനെ ശ്രീരാമൻ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ടുപോയത്? ഇവിടെയുള്ള സർവ്വസ്ഥലവും എനിക്കറിയാവുന്നതല്ലേ. ബൊട്ടാനിക്കൽ ഗാർഡൻ, ലേക്ക്, കുതിരപ്പന്തി, മൃഗശാല, പിന്നെ വേറൊരു സ്ഥലമുണ്ട് എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഏതാ? സൂയിസൈഡ് പോയിന്റ്. ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്യാൻ കൊതി തോന്നും. പറഞ്ഞാ വിശ്വസിക്കില്ല. അവിടെ ചെന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അന്നയും കൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കൊണ്ടുപോയി അവൾ അപ്പ ചാടും. നിങ്ങളെ ഞാൻ പിന്നെ കൊണ്ടുപോവാം. ഇന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങളെ. ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ചെല്ല് കുളിച്ചിട്ട് വാ. ചെല്ല്. നിക്ക്. പാഞ്ചാലി പാറ. ദേ, ഒറ്റ കല്ലിലെ മോൾ ഇതിങ്ങനെ പണിതേക്കണേ. ദേ, ഇങ്ങനെ വരരുത്. എന്താ
നിന്റെ കൈക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ആ നിന്റെ നടുവിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ തൊട്ട് ഇപ്പുറത്തതേ ഇയാള് പോയില്ലേ? എന്തേ? ദേ അന്നേ ആന്റി. ആര്? നിന്നിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിരുത്തേ? ഞാൻ നാളത്തെ കംപ്ലീറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യല്ലേ? നീ അവിടെ നിൽക്ക്, ആ. കുറച്ച് നേരം സംസാരിക്കാൻ കേട്ടാ. ശരി, എന്നാ ചെന്നൈക്ക് വന്നാട്ടെ. ഇതിലെവിടേക്ക് പോയേ? ഓ, നിനക്കിപ്പോ സമാധാനായില്ല. ഇത്രയും പ്രായമായില്ലേ മനുഷ്യ? അവര് കല്യാണമൊക്കെ കഴിച്ച് ഹണിമൂണിന് വന്നിരിക്കുമ്പോ അവരുടെ അടുത്ത് പോയി വളവളവളവളാണ് സംസാരിച്ചുകൊണ്ട് അത് കാണിക്കാം, ഇത് കാണിക്കാം, മറ്റേത് കാണിക്കാം, മറിച്ചേത് കാണിക്കാം. നിങ്ങൾക്ക് എന്തോ കാണിക്കാൻ അറിയാം? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഉള്ള സമയത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഒരു മറ്റുള്ളവരെ കാര്യങ്ങൾ പിന്നെ ഇവിടെ ആ ഒറ്റ അടിച്ചിട്ടുണ്ടല്ലോ. എന്നെയോ? അല്ല നിന്റെ അപ്പാപ്പനെ. പിന്നെ ആ